പുൽവാമ ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആന്റോ ആന്റണി എം പി. രാജ്യദ്രോഹമെന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ടെന്നും അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നും ആന്റോ ആന്റണി റിപ്പോർട്ടറിനോട് പറഞ്ഞു. പാകിസ്ഥാൻ അനുകൂല പ്രസ്താവന നടത്തിയ ആന്റോ ആന്റണിയെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്താക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ആന്റോ ആന്റണി എംപിയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു. അറസ്റ്റ് ചെയ്താൽ അഭിമുഖീകരിക്കാനുള്ള തന്റെ ഇടവുമായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും പുൽവാമ ആക്രമണത്തിന് പിന്നിൽ NDA സർക്കാരാണ് എന്ന തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായും ആന്റോ ആന്റണി MP റിപ്പോർട്ടർ TVയുടെ അശ്വമേധം പരിപാടിയിൽ ഡോക്ടർ അരുൺ കുമാറിനോട് പ്രതികരിച്ചു. താങ്കൾ കഴിഞ്ഞ ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു വിട്ടുവീഴ്ചയില്ല. ഈ ഉമ്മാക്കിയാണ് നമ്മളെ പേടിപ്പിക്കേണ്ട. അതൊന്നും കാണിച്ച് പേടിപ്പിക്കേണ്ട. അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഈ മരണമടഞ്ഞ ജവാന്മാരുടെ ഭാര്യമാർ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഡൽഹി സത്യാഗ്രഹം നടത്തി. അവരും രാജ്യദ്രോഹികളാണോ? NIA ബില്ലിന്റെ ന്യൂനതകൾ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. രാജ്യസുരക്ഷ സംബന്ധിച്ച വിഷയമായതിനാലാണ് ബില്ലിനെ കോൺഗ്രസ് അനുകൂലിച്ചതെന്നും ആന്റോ ആന്റണി MP വ്യക്തമാക്കി. മുസ്ലിം വോട്ട് ലക്ഷ്യം വെച്ചാണോ ആന്റോ ആന്റണി MP പാകിസ്ഥാനെ ന്യായീകരിക്കുന്നതെന്ന് സംശയമുണ്ടെന്ന് NDA സംസ്ഥാന കോർഡിനേറ്റർ PK കൃഷ്ണദാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഈ പാകിസ്ഥാനെ ലോകം മുഴുവൻ പ്രതിഷേധിക്കുന്ന സമയത്ത് ഈ പാകിസ്ഥാനെ ന്യായീകരിക്കാൻ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ്, സ്ഥലം ഇപ്പോഴത്തെ MP, അതേപോലെ തന്നെ UDFന്റെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി തയ്യാറാവുക എന്നുള്ളത് നമ്മുടെ സൈനികരെയും സൈനികരുടെ ബലിദാനത്തെയും പരസ്യം അപമാനിക്കുക എന്നുള്ളത് നമുക്ക് അത്യന്തം പ്രതിഷേധാർഹമാണ്. ആന്റോ ആന്റണിയുടെ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട പരാമർശം ഞെട്ടിപ്പിക്കുന്നതാണെന്നും ആന്റോ ആന്റണി അവഹേളിച്ചത് 42 ധീര ജവാന്മാരെയും ഇന്ത്യയുടെ സൈനികരെയുമാണെന്നും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി പ്രതികരിച്ചു. ഈ പരാമർശം ഞെട്ടിപ്പിക്കുന്ന ഒരു പരാമർശമാണ്. അദ്ദേഹം അവഹേളിച്ചത് 42 ധീര ജവാന്മാരുടെ ഓർമ്മ അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് ഭാരതത്തിന് വേണ്ടി പോരാടുന്ന സൈനികർ, അവരെയാണ് ഇദ്ദേഹം അവഹേളിച്ചത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.